നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നു. എനിക്ക് പേടിയില്ലെന്ന് ഗ്രേസ് പറയാൻ പറഞ്ഞു. ആണോ? കയറാൻ പോകുന്നത് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ എക്സൈറ്റഡ് ആണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നമ്മൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു യാത്രയിലാണ്. യാത്ര എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷം ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം ഞാൻ കാണാൻ പോവാണ്. ഞാൻ അന്ന് നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന കൂട്ടുകാർ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നയാഗ്ര വരെ പോവാണ്. അവിടെ പോയിട്ട് അപ്പോൾ അവരെല്ലാം ഒന്ന് പോയി കാണണം. അപ്പോൾ അവിടുത്തെ ഇന്നത്തെ കാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇതേ വാവയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ വണ്ടിയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പാണ് കേട്ടോ. നമ്മൾ പണ്ട് നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അജുവും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് നയാഗ്ര ഫോൾ കാണാൻ പോയി. അത് നൈറ്റ് വ്യൂ ആയിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അന്നപ്പം ഭയങ്കര കളർഫുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ പകൽ വ്യൂ കാണാൻ വേണ്ടി പോവാണ്. ആ പകൽ വ്യൂവിനോടൊപ്പം നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുറേ ചങ്സും കാണും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷങ്ങളും കുറേ നാളായിട്ട് കാണുന്നു. അപ്പം അതൊക്കെ പോയി കാണാം. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ വന്നു. ഇനി അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു അടിപൊളി കാഴ്ചയാണ്. നമ്മളിപ്പോൾ അവിടെ മാരിറ്റ് ഹോട്ടൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ മാരിറ്റിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. അങ്ങനെ നമ്മളിപ്പോൾ നയാഗ്ര ഫോൾസിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ താഴെ കാണുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ താഴോട്ട് പോകണം. അവിടെ നമ്മുടെ തോമസും നമ്മുടെ ഫ്രണ്ട്സെല്ലാം താഴെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, വാവ അവിടെ ഇരിക്കുക. നമുക്ക് അപ്പോൾ താഴോട്ട് പോകാം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഒരു അടിപൊളി ഒരു കാഴ്ച ഉണ്ട്. ഇതിങ്ങനെ നോക്കി താഴോട്ട് നോക്കി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് നേരെ അമ്മമാർ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് അമ്മ എന്നാ പറഞ്ഞു? അറിയോ എന്തൊക്കെയാണ് ഇത് വേണോ ഉണ്ടാക്കി കഴിക്കണോ? അപ്പോൾ അമ്മാരെന്നാ പറഞ്ഞു? അപ്പോൾ അമ്മാരവിടെ ലൊക്കേഷൻ ഇടുന്നുണ്ട്. നമ്മളപ്പോൾ അവിടെ ലൊക്കേഷനിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് അവിടെ കാർ പാർക്ക് ചെയ്യുന്നു. വന്നിട്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ഒരു യാത്ര. അപ്പോൾ ആ ഒരു ടവർ നോക്കി, ആ ടവറിലെ മണ്ടയിൽ നിന്ന് 2 സൈഡിൽ കൂടെ 2 സാധനം കയറി പോകുന്നുണ്ടോ. അതിന് നേരെ മണ്ടയിൽ റെസ്റ്റോറൻറ്റ് കേട്ടോ. അവിടെ ഇരുന്ന് ഭയങ്കര അടിപൊളി വ്യൂ കാണാൻ പറ്റും. താഴത്തെ വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ നല്ല രസമായിരിക്കും അവിടെ. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാം കാണും. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽ എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് താഴോട്ടാണ് പോകേണ്ടത്. കണ്ടോ ഈ മുകളിലത്തെ ബ്രിഡ്ജിലൊക്കെ നമ്മൾ കഴിഞ്ഞില്ല, അന്ന് വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് നടന്ന് കയറി വന്നിട്ടുണ്ട്. സ്കൈലോൺ ടവർ അല്ലേ? യെസ്, അതായിരുന്നു സ്കൈലോൺ ടവർ. അതിൻ്റെ മുകളിലാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് പോകുന്നു. അവിടെ ചെന്നാൽ അങ്ങ് ആ സൈഡിൽ കൂടി ഇങ്ങനെ നമുക്ക് നടന്നൊക്കെ പോകുന്നു. രസമാണ്. യെസ്, കറങ്ങി വേണം വരാൻ. നമ്മൾ റൈറ്റ് എടുത്തിട്ട് കറങ്ങി വേണം ഇങ്ങോട്ട് വന്ന് പാർക്കിങ്ങിലേക്ക് കയറ്റാൻ. അവിടെ താഴെ എവിടെ നമുക്ക് വണ്ടി എടുത്തില്ലല്ലോ. ഇല്ല, മുകളിൽ ഇടണം. മുകളിൽ വരണം. അവിടെ നിന്നൊക്കെ ഒന്ന് നോക്കുമ്പോൾ കാണാൻ തോന്നുന്നു. റൈറ്റ് സൈഡിൽ മുകളിൽ കുറെ വണ്ടികൾ കിടക്കുന്നില്ലേ? ഒരുപാട് വണ്ടികൾ കിടക്കുന്നത് മുകളിലല്ലേ? കാസിനോടെ ഒക്കെ സെയിം ലെവലിൽ. അപ്പോൾ നമ്മൾ ഈ നയാഗ്ര ഫോൾസിന്റെ സൈഡിൽ കൂടെ ഇപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്ത് ആൾക്കാരാണെന്ന് നോക്കി ഇവിടെ ഈ സമയത്ത് കാണാൻ നിൽക്കുന്നത്. ഞങ്ങളന്ന് നൈറ്റ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ടോ ഇങ്ങോട്ട് പോയി. അവിടെ ഈ വെള്ളം ഇങ്ങനെ ഫുള്ള് എറിച്ചിലടിച്ചു കേട്ടോ. അവിടുത്തെ ആ വെള്ളം പറന്ന് ഇവിടം വരെ വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇനി പാർക്കിങ്ങിൻ്റെ ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവരിതുവരായിട്ട് കണ്ടെത്തിയിട്ടില്ല കേട്ടോ. ഇതാണ് ഇവിടെ വന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറയാം. ആണോ? തോമസ് നിങ്ങളെ കണ്ടു. നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ബ്ലാക്ക് വണ്ടിയാണോ? അത് തന്നെ ഒരു ഹോണ്ടയുടെ. നിങ്ങൾ എവിടെ താഴെ നിൽക്കുന്നേ അതോ? നീ അവിടെ തന്നെ നിന്നോ, അനങ്ങാണ്ട് നിന്നോ? അത് ആരെങ്കിലും കയറ്റി വരും മുമ്പ്.
അവര് ഇൻഡിക്കേറ്റർ ഇട്ട് നിക്കുക. ആണോ? എന്നാ നീ മാറിക്കൊടുക്ക്. അമ്മാര് അത് ജസ്റ്റ് മിസ്സാ. അപ്പൊ അതായിട്ട് നമ്മുടെ പിള്ളേർ സെറ്റ് ആയിട്ടിരിക്കുന്നു. നമുക്ക് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, അത് കറക്റ്റ് അവിടെ പോയി. എന്തായാലും കുറച്ചും കൂടെ പോയിട്ട് അതൊന്ന് എവിടെയെങ്കിലും ഇട്ടിട്ട് വരാം, അതാണ് നടക്കുള്ളൂ. നീ ഇറങ്ങി പോണ വരുമോ? ചെലപ്പോ ഏതെങ്കിലും ഒക്കെ ഇതിനിടയ്ക്ക് എടുക്കും. തോമസേ, എന്നാണ്ട് വാർത്തയൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. എത്ര മാസമായി ലാസ്റ്റ് വേണ്ടിട്ട്? 7 മാസമായില്ലേ? ഞങ്ങള് അന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ആ വഴി പോയിട്ട് ഇന്നാട്ടോ കണ്ടുകിട്ടുന്നത്. അങ്ങനെ നമ്മള് തോമസിനെ കണ്ടുകിട്ടി, അതുപോലെ തന്നെ മരിയയുണ്ട്, അതുപോലെ തോമസിന്റെ വൈഫ് ഗ്രേസ്, പിന്നെ പരിചയപ്പെടുത്തി. മരിയാനെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇതാണ് മരിയയുടെ ഹസ്ബൻഡ്. ആൽബിൻ. അപ്പൊ ഇതാണ് അരുണ്, കോമൺ ഫ്രണ്ടാണ്, പാലക്കാരനാ. അപ്പൊ നമ്മളെല്ലാം ഇടുക്കി. അതെ, ഞാന് കോട്ടയം പാല. അപ്പൊ അരുൺ അല്ലേ? അരുൺ. അപ്പോൾ അങ്ങനെ പലരെയും നമ്മൾ കണ്ടെത്തി ഇരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം. കുറേ നാൾക്ക് ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കണ്ടുമുട്ടിപ്പോൾ, അതും ദേ ലോക അത്ഭുതങ്ങളിൽ ഒന്നായ അതെ. അപ്പോൾ നമ്മൾ അന്ന് ഒരു പ്രാവശ്യം അന്ന് ലാസ്റ്റ് നൈറ്റിന് വന്നപ്പോൾ നമ്മൾ ഇവിടം വരെ വന്നായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം കാണാൻ പോവാണ്, കാഴ്ചകളൊക്കെ. Papo. Kayaknya. ഇവന്മാര് ബോട്ടിങ്ങിനുള്ളൊക്കെ പ്ലാനിലാണ്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ട് കറങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ വേറൊരു ദിവസം ബോട്ടിങ്ങിന് പോകും. കാരണം ഞങ്ങൾക്കിപ്പോൾ ബോട്ടിങ്ങിന് പോകാനുള്ളൊരു ഒരു 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 സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ബോട്ടിങ്ങിന് പോകുന്നില്ല. പക്ഷേ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അന്ന് രാത്രി വന്നിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പകലിലുള്ള കാഴ്ച ഉണ്ടോ ഭയങ്കര രസമാണ്. നമുക്ക് അമ്മാരവിടെ ബോട്ടിങ്ങിന് വേണ്ടി പോയി കാണാം. അപ്പോൾ നമുക്ക് നേരെ പോവുക, എന്നിട്ട് അവരുടെ ഒപ്പം നമുക്ക് നടക്കാം. കാഴ്ചകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ എല്ലാവരും വീഡിയോ എടുക്കുന്നതിൻ്റെയും ഫോട്ടോ എടുക്കുന്നതിൻ്റെയും തിരക്കിലാണ്. ക്യാമറമാൻ വരിക. ഇവിടെ നമ്മൾ പണ്ട് വന്ന് ഓർക്കുന്നുണ്ടോ?
അപ്പോൾ ആ പാലം കടന്ന് അപ്പുറത്ത് പോയാൽ യൂസ് ചെല്ലുന്നില്ലേ. നിങ്ങൾ അങ്ങ് അകലെയായിട്ടൊരു പാലം കൊണ്ടോ, ആ പാലത്തെ കയറി അങ്ങ് അപ്പുറത്ത് നടന്ന് പോയാൽ യൂസ് ചെല്ലും കേട്ടോ. ഇപ്പോൾ താഴോട്ട് നോക്കി ആ ബോട്ടൊക്കെ ഉണ്ടോ, ഭയങ്കര, എനിക്കത് കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നുള്ള ആ വെള്ളം ഇങ്ങനെ വീണ് കഴിയുമ്പോഴത്തേനും അവത്തിലെ ഒരു എക്സ്പീരിയൻസ് എനിക്കൊന്ന് ചെയ്യണം. ഞങ്ങൾ ഇപ്പോഴല്ല, ഒരു ദിവസം ഞങ്ങൾ ആ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. പക്ഷേ ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഭയങ്കര മനോഹരമായൊരു കാഴ്ച ഈ സമയത്ത്. അപ്പോൾ ആ ബോട്ട് ഭയങ്കര സ്പീഡിലാണ് തിരിച്ചു പോകണം കേട്ടോ. എന്താണേലും അത് കറക്റ്റ് താഴെ പോയി നല്ല മഴ പെയ്യുന്നല്ലോ രാജി അല്ലേ? താഴെ പോയാൽ മേഘക്കൂട്ടം. അപ്പോൾ താഴെ പോയി നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മേഘക്കൂട്ടം കാണുന്നതൊക്കെ പറഞ്ഞ് എനിക്കും അറിയത്തില്ല. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ വീഡിയോ കൂടെ കാണിക്കും. പലരും പല രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ നോക്കി ഇതാണ് നോക്കടാ, താഴെ മഴവിൽ നോക്കും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ താഴെ അടിപൊളി ഒരു മനോഹരമായ മഴവില്ലുണ്ടാവും. കറക്റ്റ് നോക്ക്, വാവ്, ക്ലിയർ ആയിട്ടുള്ളൊരു നല്ലൊരു മഴവില്ല്. നയാഗ്ര ഫോൾസിൽ നിന്നുള്ളൊരു മഴവിൽ അഴകി ഒരു അടിപൊളി കാഴ്ച. ഇത് നമ്മുടെ തോമസിന്റെ വീഡിയോ ആണ്. എന്തൊക്കെ കാണണം എന്നുള്ളത് ഞാനിത് എന്നെ കാണുന്നില്ലാത്ത വീഡിയോയിലൊക്കെ തോമസിന്റെ വീഡിയോ ആണ്. അങ്ങ് ഓർത്താൽ മതി. അടിപൊളിയല്ലടാ മഴ, വ്യൂസ് ഒക്കെ അടിപൊളിയാണ്. ഞങ്ങളുടെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റ പാട് എൻ്റെ പൊന്നൊന്നും പറയാൻ കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരു ഫുള്ളായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി കേട്ടോ. അടിപൊളി ഒരു ഫോട്ടോയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ നേരെ തിരിച്ച് അങ്ങ് അപ്പുറത്തെ അറ്റത്തെ സൈഡിലോട്ട് നടക്കുകയാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ ബ്രോ, അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോവാണ്? കൈവിയിൽ കയറാൻ പോകുന്നത്. കൈവിയിൽ കയറാൻ പോകുന്നത്. എടി നിനക്ക് എങ്ങനെയാണ്? ഞാൻ എക്സൈറ്റഡ് ആണ്, അറിയത്തില്ല. നിനക്ക് എങ്ങനെയാണ്? ഞാനും വളരെ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് പേടിയില്ലെന്ന് ഗ്രേസ് പറയാൻ പറഞ്ഞു. ആണോ? പേടിയുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ കൈവിയിൽ അവധി കയറി ഒന്ന് ഉള്ള പരിപാടിയാണ്. ഞങ്ങൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത് തന്നെ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് വേണം വണ്ടിയെ കയറുന്നു. എന്നിട്ട് നേരെ നമ്മൾ സ്കൈ വീലിൻ്റെ അവിടെ പോകുന്നു. അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ടേബിൾ റോക്ക് സൗത്ത് വീഗോ. Get around Niagara Park easily. ചങ്ങനാശ്ശേരി 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 കാഞ്ഞിരപ്പള്ളി കറുകച്ചാല് വഴി ചങ്ങനാശ്ശേരി. അപ്പോൾ ഇമാർ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ ഞാനും നമ്മുടെ വണ്ടി എടുത്ത് പോകും. ഇവിടെ ഭയങ്കര ഫൺ ഹൗസും കാര്യങ്ങളൊക്കെ അല്ലേ. വാക്സ് മ്യൂസിയം, ദ സ്റ്റാർസ്. അപ്പോൾ
അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ജസ്റ്റ് നടന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ആ കാണുന്ന അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. അമ്മരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാണ്.